മൂന്നാർ പൂപ്പാറയ്ക്ക് സമീപത്തെ റിസോർട്ടിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. റിസോർട്ട് ഉടമ രാജേഷ്, ജീവനക്കാരൻ മുത്തയ്യ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഒരാളെ കാണാനില്ല. സംഭവം കൊലപാതകമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ഇപ്പോൾ സമീർ ചേരുന്നുണ്ട്. സമീർ, എപ്പോഴാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്? എന്താണ് ഈ വിഷയത്തിന് പിന്നിലുള്ള നിഗൂഢത? ആനന്ദ്, മൂന്നാർ പൂപ്പാറ ഗ്യാസ് റോഡിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 12 മണിയോടുകൂടെ ഒരു മൃതദേഹം കണ്ടെത്തി. പിന്നീട് സംഭവം പോലീസിൽ അറിയിക്കുകയും പോലീസ് എത്തി ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തു. ഇപ്പോൾ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. റിസോർട്ട് ഉടമയായിട്ടുള്ള രാജേഷ്, 35കാരനായിട്ടുള്ള രാജേഷിന്റെ മൃതദേഹവും അതോടൊപ്പം തന്നെ റിസോർട്ടിലെ ജീവനക്കാരനായിട്ടുള്ള മുത്തയ്യ എന്ന 52കാരന്റെ മൃതദേഹവുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് ശരീരത്തിൽ മാരകമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. രണ്ടുപേരുടെയും മരണം കൊലപാതകമാണ് എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരാൾ കാണാതായിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാനേജറായിട്ടുള്ള ഒരു വ്യക്തിയെ ആണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഈ മാനേജർ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ടതാകാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് പോലീസ് വെച്ചു പുലർത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശാന്തമ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശാന്തമ്പാറ SIയും അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി ഏതെങ്കിലും വിധത്തിലുള്ള അപകടത്തിൽപ്പെട്ടതോ അതല്ലെങ്കിൽ ഇവരെ കൊന്ന ശേഷം രക്ഷപ്പെട്ടതോ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ മൂന്നാമത്തെ വ്യക്തിയെ കൂടെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോലീസ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ ഇതുവരെയും മൂന്നാമത് ഒരു വ്യക്തിയെ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ രാജേഷിന്റെയും മുത്തയ്യയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശാന്തമ്പാറ പോലീസ് ഈ സ്ഥലത്തെത്തിക്കൊണ്ട് പരിശോധന തുടരുകയാണ്. സമീർ, ഏതെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനോടകം ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? കാരണം ഈ ഇത്രയധികം ആളുകൾ മരണപ്പെട്ടതായി ഒരു സ്വഭാവം ഈ കേസിനുണ്ട്. ഒരാളെ കാണാനും ഇല്ല എന്ന നിലയിലുണ്ട്. ശാന്തമ്പാറ പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെയാണോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനോടകം ഈ വിഷയത്തിൽ ഇടപെട്ടതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സംഭവത്തിന്റെ ഈ കൊലപാതകത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് ലഭ്യമാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നടന്നിരിക്കുന്ന രണ്ട് കൊലപാതകങ്ങളും അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ശാന്തമ്പാറ പോലീസിന് അപ്പുറത്ത് ഇതിൽ SP ജില്ലാ പോലീസ് മേധാവി തന്നെ പ്രത്യേകമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ ആവശ്യമെങ്കിൽ രൂപീകരിക്കും എന്നുള്ള കാര്യവും SPയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ കൊലപാതകം സംബന്ധിച്ചുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകം ആകാം എന്നുള്ള ഒരു നിരീക്ഷണമാണ് പോലീസിന്റെ പക്കൽ നിന്നും ഉള്ളത്. പ്രത്യേകിച്ചും റിസോർട്ട് ഉടമയും റിസോർട്ട് ജീവനക്കാരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കാണാതായിരിക്കുന്ന വ്യക്തി ഈ റിസോർട്ടിലെ മാനേജർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിലുണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ കൊലപാതകം നടന്നത് എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാണാതായിരിക്കുന്ന മാനേജർക്ക് വേണ്ടിക്കൊണ്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ആവശ്യമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് തന്നെ അന്വേഷണം നടത്തും എന്നുള്ള കാര്യം ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, സമീർ വഴങ്ങോടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും രണ്ട് ദുരൂഹ മരണമാണ്. ഒരാളെ കാണാതായിരിക്കുന്നു. ഊർജിതമായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സമീർ വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുമുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കാം. മകരവിളക്ക് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ അറിയിച്ചു. കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത അവലോകനത്തിന് ശേഷമാണ് പത്മകുമാറിന്റെ പ്രതികരണം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കോൺഗ്രസിനകത്തേക്കൊക്കെ ആളിനെ ക്ഷണിക്കുമ്പോൾ ഈ ക്ഷണിക്കുന്നവരുടെ സ്ഥാനം അതിനകത്ത് ഉറപ്പാണോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, രാമൻ നായരെ പോലുള്ളവരെ പോലും കോൺഗ്രസിനകത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ പുതിയ ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാഴ്ചപ്പാടുകളുള്ളവരാണ്. അതല്ലാതെ ഇപ്പോൾ എൻ്റെ ഭാവിയെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ എന്നെ പറ്റിയുള്ള കരുതലിന് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെയാണ്. പക്ഷേ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 10-15 വയസ്സുള്ളപ്പോൾ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. ഞാൻ ആരംഭിച്ച 73 മുതൽ നാളിതുവരെ എനിക്കെൻ്റെ പാർട്ടിയോ ഞാൻ നിന്ന മുന്നണിയോ മാറേണ്ടി വന്നിട്ടില്ല. നിന്ന പാർട്ടിയോ മുന്നണിയോ മാറേണ്ടി വന്നവരും മാറിയും മറിഞ്ഞും നിന്നിട്ടുള്ളവരും അവനവൻ്റെ സ്ഥാനത്തെ പറ്റി സ്വപ്നമുള്ളവരുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം കണ്ണടയ്ക്കുന്ന കാലത്ത് ഇത്രയും കാലം പിടിച്ച കൊടി ആ കൊടി പുതപ്പിച്ചിട്ട് കിടക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് മുരളീധരന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മുരളീധരൻ അങ്ങനെ പറഞ്ഞത്.
ഇപ്പോൾ റിനു ശ്രീധർ കൂടി സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിനു, ഏതായാലും അവലോകന യോഗത്തിന് ശേഷമുള്ള പത്മകുമാറിന്റെ പ്രതികരണമാണ് കണ്ടത്. രാഷ്ട്രീയമായി കൂടിയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും സന്നിധാനത്ത് ഇപ്പോൾ എങ്ങനെയാണ്? മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? തീർത്ഥാടകരെല്ലാം സംതൃപ്തരാണോ? അത്തരം വിശദാംശങ്ങൾ കൂടി. ആനന്ദ്, മകരവിളക്ക് തെളിയുവാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. അതിനു മുന്നോടിയാണ് നിലവിലെ സാഹചര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ വകുപ്പ് തല യോഗം വിളിച്ചു ചേർത്തത് എന്നുള്ളതാണ്. ഓരോ വകുപ്പുകളും കൈക്കൊണ്ട നടപടികളും സൗകര്യ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ കൃത്യമായി തന്നെ യോഗത്തിൽ വിശദീകരിച്ചു. സന്നിധാനത്ത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മകരവിളക്ക് ദർശനത്തിനായുള്ള ഭക്തർക്കുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായതായി പ്രസിഡന്റ് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചു എന്നുള്ളതാണ്. വരുന്ന വിഷുക്കാലം മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര അയ്യപ്പന്മാർക്ക് സൗജന്യമാക്കുന്നതിന്റെ ശ്രമത്തിലാണ് ദേവസ്വം ബോർഡെന്നും ഇതിനായി ചില സംഘടനകളും വ്യക്തികളും ഒക്കെ തന്നെ വാഹനം സൗജന്യമായി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. മറ്റൊന്ന്, ശബരിമലയിൽ വരുമാനം കുറവാണ് എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പേടിയുമില്ല. കാരണം സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിനുണ്ട്. എത്ര രൂപ നഷ്ടമായാലും ഒപ്പം സർക്കാർ നിൽക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഭയമില്ല. മറ്റൊന്ന്, ബജറ്റിന് മുമ്പേ സർക്കാരുമായി ശബരിമലയിലെ വികസനത്തെ കുറിച്ച് കൃത്യമായി തന്നെ ഒരു ധാരണയിൽ എത്തും എന്നുള്ളതും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പുതിയ കെട്ടിടങ്ങൾ സന്നിധാനത്ത് പണിയില്ലെന്നും നിലവിൽ ക്ഷേത്രത്തോട് ചേർന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനാണ് ദേവസ്വം ബോർഡിന്റെ ആഗ്രഹം എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ആചാരക്രമം അനുസരിച്ചുള്ള ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, പുതിയ ഭസ്മക്കുളവും മണിക്കിണറും നിർമ്മിക്കുവാൻ വേണ്ടി ബോർഡ് തയ്യാറെടുക്കുകയാണ് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്തായാലും നമുക്ക് സന്നിധാനത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. നിറഞ്ഞ മനസ്സോടുകൂടി അയ്യപ്പ ഭക്തരെ എല്ലാം തന്നെ വിരിവെച്ച് പർണശാലകൾ കെട്ടി മകരവിളക്ക് ദർശനത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ പുലർച്ചയോടുകൂടി പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര, തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകുന്നേരത്തോടുകൂടി ലാഹയിലെത്തും. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ചേർന്ന് സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. തുടർന്നായിരിക്കും ദീപാരാധന, തിരുവാഭരണ ചാർജുള്ള ദീപാരാധന. ആ സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. ആനന്ദ, റിനു ശ്രീധരാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മകരവിളക്ക് ഉത്സവത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അല്പം സമയം മുൻപ് ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങളെ സംബന്ധിച്ചൊരു അവലോകന യോഗവും ചേർന്നിരുന്നു. മകരവിളക്ക് ഉത്സവം നടക്കാനിരിക്കെ പമ്പയിലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വലിയ തോതിൽ തീർത്ഥാടകരുടെ തിരക്ക് പമ്പയിലും അനുഭവപ്പെടുന്നു. പമ്പയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി VS അഭിറാം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാളെ മകരവിളക്ക് നടക്കാനിരിക്കെ വ്യാപകമായി തന്നെ ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്ക് വരുന്നുണ്ട്. വലിയ തിരക്കാണ് ഇപ്പോൾ ശബരിമല അനുഭവപ്പെടുന്നതും. പമ്പയിൽ മകരവിളക്കിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുന്ന എല്ലാ ഭക്തരും ഇവിടെ വിരിവയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നാളെയാണ് മകരവിളക്ക്. അപ്പോൾ ഇവിടെ നിന്ന് മകരവിളക്ക് കണ്ട ശേഷം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക എന്നാണ് ഇവരുടെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിനാൽ തന്നെ ഇവിടെ വലിയ തോതിൽ തന്നെ ഭക്തരുടെ ഒരു തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പമ്പയിൽ നടക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ പമ്പ വിളക്കും പമ്പ സദ്യയുമാണ്. ഉച്ചയ്ക്ക് ഇവിടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പമ്പ സദ്യ എന്ന പേര് കാലങ്ങളായുള്ള ആചാരമായി തന്നെ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ വൈകുന്നേരത്തോടെ പമ്പ വിളക്കുന്ന രീതിയിലൊരു ആചാരവുമുണ്ട്. പമ്പയിൽ ദീപങ്ങൾ കത്തിച്ച് ഒഴുക്കുന്ന ഒരു ചടങ്ങാണിത്. അത് ഇന്ന് പ്രധാനമായും പമ്പയിലുള്ള ഈ 2 ചടങ്ങുകളാണ്. അതിന് ശേഷമാണ് മകരവിളക്കിൽ കാണാൻ വേണ്ടി തീർത്ഥാടകർ പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് കയറുക. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്തവണ പമ്പയിൽ സാധാരണയായി മകരവിളക്ക് കാണാൻ ഒരു സ്ഥലമുണ്ടായിരുന്നു, ഹിൽ ടോപ്പ് അടക്കമുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഹിൽ ടോപ്പിൽ നിന്ന് മകരവിളക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം നമുക്കറിയാം, പ്രളയത്തിൽ ഏറ്റവും നാശം നേരിട്ട ഒരു മേഖലയാണ് ഹിൽ ടോപ്പ് അടക്കമുള്ളവ. അവിടെ വ്യാപകമായി മണ്ണിടിച്ചിൽ അടക്കമുള്ളവ ഉണ്ട്. അതിനാൽ തന്നെ ഇത്തവണ ഹിൽ ടോപ്പിൽ നിന്ന് നമുക്ക് സന്നിധാനത്ത് കത്തുന്ന പൊന്നമ്പലമേട്ടിൽ കത്തുന്ന മകരവിളക്ക് കാണാൻ കഴിയില്ല എന്നൊരു പ്രത്യേകത ഇത്തവണയുണ്ട്. അതുപോലെ തന്നെ പമ്പയിൽ കൃത്യമായ സുരക്ഷ ഫയർഫോഴ്സും ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റും ഒരുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സ്വദേശിയായ ഒരു ബാലൻ ഇവിടെ പമ്പയിൽ മുങ്ങി മരിച്ചു. അതിനാൽ തന്നെ കൃത്യമായി സുരക്ഷ ഒരുക്കാനും ഇവിടെ ഫയർഫോഴ്സും ദുരിതകർമ്മസേനയും മറ്റും ശ്രമിക്കുന്നുമുണ്ട്. പോലീസിന്റെ കർശനമായ നിർദ്ദേശമുണ്ട്. കുട്ടികളടക്കമുള്ളവരെ ആഴമുള്ള ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുന്നുമുണ്ട്. തന്നെ ഇവിടെ നിന്ന് മകരവിളക്ക് കാണാനുള്ള സൗകര്യം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നതും പമ്പയിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ പമ്പ സദ്യ ഉച്ചയ്ക്കാണ് നടക്കുക. ഉച്ചയ്ക്ക് അത്തരത്തിലൊരു സദ്യ എല്ലാ തവണയും ഉള്ളതാണ്. എല്ലാ തരത്തിലുള്ള വിഭവസമൃദ്ധമായ ഒരു സദ്യ ഭക്തർക്ക് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും തീർത്ഥാടകർക്കും നൽകാൻ കഴിയും എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും.
അതുപോലെ തന്നെ പമ്പ വിളക്കും ഒരു സ്ഥിരം ചടങ്ങാണ്. പമ്പയിൽ ദീപങ്ങൾ ഒഴുക്കി വിട്ടുകൊണ്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകരെല്ലാം തന്നെ പമ്പ വിളക്കിൽ പങ്കാളികളാകും. അതിനുശേഷം രാത്രിയോടെ തന്നെ ഒരു മല കയറുകയും ചെയ്യും. ഇന്ന് മല കയറുന്ന ആരും തന്നെ തിരിച്ച് പമ്പയിലേക്ക് മകരവിളക്ക് കഴിയാതെ വരില്ല. മകരവിളക്ക് കഴിയുന്നവരെ പമ്പയിൽ നിന്ന് അവിടേക്ക് പോയ ഭക്തർ സന്നിധാനം തുടരുകയും തുടർന്നാണ് തിരിച്ച് മകരവിളക്ക് കഴിയുന്നതോടെ വ്യാപകമായി തന്നെ കൂട്ടത്തോടുള്ളൊരു ഇറക്കം ഇവിടേക്ക് ഉണ്ടാകും. അത് കണക്കിലെടുത്ത് തിരിച്ചിറങ്ങുന്ന ഭക്തർക്ക് പോകാനുള്ള വഴികളും മറ്റും ഇപ്പോൾ തന്നെ പോലീസ് സജ്ജീകരിക്കുന്നുമുണ്ട്. ഇതിൽ കൂട്ടമായി തന്നെ ഭക്തർ എത്തുന്നതോടെ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ശ്രദ്ധയും പോലീസ് ഇപ്പോൾ പമ്പയിൽ നടത്തുന്നുണ്ട്. പമ്പയിൽ നിന്ന് ക്യാമറാൻ PP സലീമിനൊപ്പം VS അഭിരാം. ശബരിമല വിഷയത്തിൽ BJP കേരള നേതൃത്വം വീണ്ടും പ്രതിസന്ധിയിൽ. ദേശീയ കൗൺസിൽ ശബരിമല വിഷയത്തിൽ യാതൊരു ഉറപ്പും നൽകാത്തതോടെ BJPയുടെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമാകുന്നു. രാഷ്ട്രീയ നേട്ടത്തിനായി അണികളെയും വിശ്വാസികളെയും തെരുവിലിറക്കിയതിന് സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്. അയോധ്യ ശബരിമല വിഷയങ്ങൾ വികാരപരമായി നിലനിർത്തി വോട്ടാക്കി മാറ്റുക, അതിലുപരിയായി ഈ വിഷയങ്ങളിൽ BJPക്ക് പ്രശ്നപരിഹാരത്തിന് യാതൊരു താല്പര്യവുമില്ല. ഇക്കാര്യം അടിവരയിടുന്നതായിരുന്നു BJP ദേശീയ കൗൺസിലിലെ രാഷ്ട്രീയ പ്രമേയം. ദേശീയ നേതൃത്വത്തിന്റെ ഈ നിലപാടോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് കേരളത്തിലെ BJPയാണ്. വിശ്വാസികൾക്കായി നിലകൊള്ളുന്നുവെന്നും വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാമെന്നുമുള്ള വാഗ്ദാനങ്ങളായിരുന്നു കേരളത്തിൽ BJP നടത്തിയത്. എന്നാൽ രാഷ്ട്രീയ പ്രമേയത്തിൽ ശബരിമലയെക്കുറിച്ച് യാതൊന്നും മിണ്ടാഞ്ഞതോടെ ഇതൊക്കെ പൊള്ളവാഗ്ദാനങ്ങളാണെന്ന് തുറന്നുകാട്ടപ്പെട്ടു. വിഷയം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പുതിയ സംഭവത്തോടെ അണികളോട് വിശദീകരണം നൽകാൻ നേതാക്കൾ ഏറെ വിയർക്കേണ്ടി വരും. സമാനമായ സാഹചര്യമാണ് അയോധ്യ വിഷയത്തിലുമുള്ളത്. അയോധ്യ വിഷയത്തിലും യാതൊരു ഉറപ്പും നൽകാതെയായിരുന്നു ദേശീയ കൗൺസിൽ രാഷ്ട്രീയ പ്രമേയം പാസാക്കിയത്. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചാൽ എന്തുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവന്നില്ല എന്നുൾപ്പെടെ BJPക്ക് പറയേണ്ടി വരും. അയോധ്യ വിഷയം പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കിയത് BJPക്ക് മറ്റൊരു തരത്തിൽ തിരിച്ചടിയാണ്. ശിവസേനയും മറ്റ് തീവ്ര ഹിന്ദു സംഘടനകളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി BJPയെ വിമർശിക്കാനിടയുണ്ട്. അതിനാൽ തന്നെ അയോധ്യ വിഷയം പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കിയത് BJPക്ക് മറ്റൊരു തരത്തിൽ വലിയ തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ നിലപാട് മാറ്റി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന വാദത്തിൽ കഴമ്പുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ദുബായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഓരോന്നായി തകർക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ താൻ നേരത്തെ സ്വീകരിച്ച നിലപാടല്ല ഇപ്പോഴുള്ളതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന വാദത്തിലും സ്ത്രീകൾക്ക് തുല്യത ലഭിക്കണമെന്നുള്ള വാദത്തിലും കഴമ്പുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ശബരിമല വിഷയം സങ്കീർണമാണ്. എന്നാൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ എന്ന ചോദ്യത്തിന് അതേപ്പറ്റി ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. My initial position was different than my position today. After I've heard the arguments of the people of Kerala, I can see validity in both arguments. I can see validity in the argument that tradition needs to be protected, and I can see validity in the argument that women should have equal rights. So I'm actually I wouldn't be able to tell you give you an open and shut position on this. And it is actually after I spoke to the people of Kerala, the PCC and the team in Kerala, that they explained to me the details of it, where I said, okay, actually this is much more complicated, and both sides have a valid position. I think I leave it to the people of Kerala to decide. That's what I told my unit over there, that look, we leave it to you. You have to decide what the will of the people of Kerala is. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും ജനങ്ങളുടെയും അഭിപ്രായം കേട്ടതിൽ നിന്നാണ് കാര്യങ്ങൾ വ്യക്തമായതെന്നും ശബരിമല വിഷയത്തിലെ തന്റെ മുൻ നിലപാട് മാറ്റിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ടി ജമാലുദ്ദീൻ, ദുബായ്. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്യും. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് സാബു സനയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും IRCTC അഴിമതി കേസിൽ ഒരു പ്രതിയെ FIR-ൽ നിന്ന് ഒഴിവാക്കിയെന്നുമുള്ള ആരോപണങ്ങളിൽ ആണ് അന്വേഷണം ആവശ്യപ്പെടുക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൗധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് CVC അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്ന നീക്കവുമായി രംഗത്തു വന്നത്.
അലോക് വർമ്മയ്ക്കെതിരെ രാകേഷ് അസ്താന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം CVC അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ അലോക് വർമ്മയ്ക്കെതിരെയുള്ള CVC അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള സുപ്രീം കോടതി ജസ്റ്റിസ് AK പട്നായിക് അലോക് വർമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അസ്താന പരാതിയിൽ ഉന്നയിച്ച 10 ആരോപണങ്ങളിൽ 4 തുടരന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി CVC കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണ കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനിൽ നിന്ന് 2 കോടി രൂപ കോഴ വാങ്ങിയതിന് സാഹചര്യങ്ങളുണ്ടെന്നാണ് CVCയുടെ വാദം. RJD നേതാവ് ലാലു പ്രസാദ് യാദവ് മുഖ്യപ്രതിയായ IRCTC അഴിമതി കേസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ ഒഴിവാക്കാൻ ഇടപെട്ടു. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ CBI നിയമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളിലാണ് CVC CBIയുടെ തുടരന്വേഷണം ആവശ്യപ്പെടുക. അതേസമയം CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ അലോക് വർമ്മയ്ക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ. CVC റിപ്പോർട്ടിൽ നിലപാട് വ്യക്തമാക്കാൻ അവസരം നൽകാതെ വർമ്മയെ പുറത്താക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധം എന്നാണ് ഠാക്കൂർ ഒരു ദേശീയ ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ SP-BSP സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ ഒഴിവാക്കിയതിൽ രാഹുൽ ഗാന്ധിക്ക് നിരാശ. ചെറുപാർട്ടികളെ ചേർത്ത് കോൺഗ്രസ് മതേതര സഖ്യത്തിന് UP-യിൽ നേതൃത്വം നൽകും. മായാവതി അഖിലേഷ് സഖ്യ ചർച്ചകളിൽ നിന്ന് സമാജ്വാദി സ്ഥാപകൻ മുലായം സിംഗിനെ ഒഴിവാക്കിയെന്ന വിമർശനവുമായി പാർട്ടി രാജ്യസഭാ MP അമർ സിംഗ് രംഗത്തെത്തി. ഉത്തർപ്രദേശിൽ വലിയ പ്രചാരണ തന്ത്രങ്ങളാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരുന്നത്. അടുത്ത മാസം പകുതിയോടെ പശ്ചിമ UP-യിലെ കാർഷിക ഭൂമിയായ ഹാംപൂർ ജില്ലയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ റാലിയോടെ പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആരംഭിക്കുക. 11 വൻ റാലികളെ UP-യിൽ രാഹുൽ അഭിസംബോധന ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സഖ്യകക്ഷിയായ സമാജ്വാദി കോൺഗ്രസ് ബന്ധം വിട്ട് മായാവതിയുമായി സഖ്യം പ്രഖ്യാപിച്ചത് ഈ പ്രചാരണങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. BJP-ക്കെതിരെ പൊതുസഖ്യം എന്നതായിരുന്നു കോൺഗ്രസ് ആഗ്രഹം. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്. സഖ്യത്തിലൂടെ ഇത് മറികടക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. മായാവതിയുടെയും അഖിലേഷിന്റെയും നിലവിലെ നീക്കത്തിൽ രാഹുൽ ഗാന്ധി നിരാശ പ്രകടിപ്പിച്ചതായും സൂചനയുണ്ട്. പക്ഷേ സഖ്യത്തിനെതിരെ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. UP-യുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഗുലാം നബി ആസാദിനോട് പാർട്ടി പ്രചാരണങ്ങൾ ശക്തമാക്കാൻ രാഹുൽ നിർദ്ദേശം നൽകി. കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിയായിരിക്കും പൊതുതെരഞ്ഞെടുപ്പ് നേരിടുക. UP-യിലെ ചെറുപാർട്ടികളെ ചേർത്ത് മതേതര സഖ്യത്തിന് രൂപം നൽകി കോൺഗ്രസ് മത്സരിക്കണമെന്ന താല്പര്യവും ചില ഹൈക്കമാൻഡ് നേതാക്കൾ പങ്കുവയ്ക്കുന്നു. അതേസമയം മായാവതിയുമായി അഖിലേഷ് നടത്തിയ സഖ്യത്തിനോട് സമാജ്വാദിയിലെ മുലായം സിംഗ് വിഭാഗം നേതാക്കൾ പൂർണ്ണ തൃപ്തരല്ലെന്നാണ് സൂചന. പാർട്ടി സ്ഥാപകൻ മുലായം സിംഗിനെ ഒഴിവാക്കിയാണ് മകൻ അഖിലേഷ് യാദവ് സഖ്യം രൂപപ്പെടുത്തിയതെന്ന് പാർട്ടി രാജ്യസഭാ MP അമർ സിംഗ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദേശീയ തലത്തിൽ മുന്നണി രൂപീകരണം ഇപ്പോൾ പ്രായോഗികമല്ലെന്നും അതിന് സാധ്യതയില്ലെന്നും പ്രകാശ് കാരാട്ട്. ഉണ്ടാകേണ്ടത് UP മോഡൽ സഖ്യങ്ങളാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കോൺഗ്രസുമായി ദേശീയ തലത്തിൽ സഖ്യം ഉണ്ടാക്കാതെ BJP-യെ പരാജയപ്പെടുത്താനാകില്ല എന്ന് താൻ പറഞ്ഞതായി ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകാശ് കാരാട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കുവൈറ്റിൽ കൈരളി TV-യോട് സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സഖ്യവും വരുന്ന തെരഞ്ഞെടുപ്പിൽ സാധ്യമാകില്ലെന്ന് പ്രകാശ് കാരാട്ട്. രാഷ്ട്രീയമായി ഇത് പ്രായോഗികവുമല്ല. ചില പ്രാദേശിക പാർട്ടികൾ ചേർന്ന് ഫെഡറൽ മുന്നണി ഉണ്ടാക്കാനുള്ള നീക്കമുണ്ട്. ഇതും പ്രയോഗ സാധ്യതയുള്ള നിർദ്ദേശമല്ലെന്നും പ്രകാശ് കാരാട്ട് കുവൈറ്റിൽ കൈരളി TV-യോട് പറഞ്ഞു. I wish to state again that there can be no national level alliance for the coming Lok Sabha elections. Some people are asking whether there can be a Congress-led national alliance of all opposition parties. This is not possible, nor is it politically feasible. Nor is it going to be some sort of alliance like the Federal Front, where some regional parties are saying they will form a federal front. This will also not be a practicable proposition. What our party thinks is that in different states, according to the combination of forces there may be regional parties or there may be other parties, they will have to come to an understanding against the BJP. If they all work out a state-wise understanding, that will be the effective way to defeat the BJP. After that will come the question of what should be the form and composition of the secular government. That can be looked into later. But immediately what is necessary
is in each state we should try to get the main forces who are against the BJP to cooperate. That will help in isolating and defeating the BJP, just as what has happened now in Uttar Pradesh. അടുത്ത തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സഖ്യ സാധ്യതകളെപ്പറ്റി കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ വിധത്തിലാണ് പല മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. കോൺഗ്രസുമായി ദേശീയ തലത്തിൽ സഖ്യമുണ്ടാക്കാതെ BJPയെ പരാജയപ്പെടുത്താനാകില്ല എന്ന് കാരാട്ട് പറഞ്ഞതായാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകാശ് കാരാട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. TV ഹിക്മത്ത്, കൈരളി ന്യൂസ്, കുവൈറ്റ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളം മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന മാതൃ ശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥാപിച്ച കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാണ് എന്നതിനാൽ ദരിദ്രർ മാത്രമല്ല ചില സമ്പന്നരും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കടപിടിക്കത്തക്ക നിലയിലുള്ള സൗകര്യമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഒരുക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ തരത്തിലുള്ള ചികിത്സകൾ, അതിൽ അവയവമാറ്റം, ഹൃദയം മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ, കിഡ്നി മാറ്റിവെക്കൽ, ഇങ്ങനെ പലതരത്തിലുള്ള ചികിത്സകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നടത്തുന്നുണ്ട്. 285 കോടി രൂപ മുതൽ മുടക്കിലാണ് മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി സമുച്ചയം 8 നിലകളിലായി നിർമ്മിക്കുന്നത്. കിഫ്ബിയിൽ നിന്നാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത്. ഹൃദ്രോഗ ചികിത്സാ വിഭാഗത്തിൽ പുതുതായി സ്ഥാപിച്ച കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ MK സാനു, MP മാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. അംഗീകൃത സ്വർണ്ണ വ്യാപാരികളുടെ ആഭരണങ്ങളുടെ മാതൃകയിൽ മറ്റ് ലോഹങ്ങളിൽ പണിതാണ് തട്ടിപ്പുകൾ. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘം എന്നാണ് സൂചന. കുട്ടനാട്ടിലെ ചില പണമിടപാട് കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ഡിസംബറിൽ തട്ടിപ്പുകൾ നടന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെത്തി സമീപ പ്രദേശങ്ങളിലെ മേൽവിലാസം നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അത് ഈ 916 സീലും കടയുടെ സീലും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇരുന്ന പെണ്ണ് കൂടുതലായിട്ടൊന്നും നോക്കിയില്ല. അപ്പോൾ അടുത്ത പ്രദേശമായാലും, അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു നാട്ടിൻ പ്രദേശമാണല്ലോ. ഇപ്പോൾ നാട്ടിൻ പ്രദേശമായതുകൊണ്ട് അങ്ങനെ ID പ്രൂഫോ അല്ലെങ്കിൽ വേറെ ഒന്നും മേടിക്കുന്ന അങ്ങനെയല്ല, എല്ലാം അറിയാവുന്ന ആൾക്കാർക്ക് ആണെന്നുള്ള രീതിക്ക് അങ്ങ് എടുത്തതാണ്. അത് 2 അഡ്രസ്സിൽ 2 പേരാണ് വന്ന് പണയം വെച്ചത്. സ്ഥിരമായിട്ട് നമുക്ക് ഗോൾഡ് കൈകാര്യം ചെയ്യുന്നവർക്കേ പെട്ടെന്ന് ഇത് വരച്ച് നോക്കാതെയോ അല്ലെങ്കിൽ ഇത് ആസിഡ് ചെയ്തോ ഒക്കെ അല്ലാതെ അറിയാനൊക്കത്തില്ല. കാരണം വെച്ചാൽ ഇതിന് 2 സ്ഥലത്തു നിന്ന് സീലും, അപ്പോൾ ഇതിനു വേണ്ടി തന്നെ പണിത് വന്നിരിക്കുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനത്. ഇടപാടുകാരെ വിശ്വസിപ്പിക്കാൻ 916 മുദ്രകൾ ആലേഖനം ചെയ്ത ആഭരണങ്ങൾ നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. ഒന്നിലധികം ആളുകളെത്തിയാണ് ഇത്തരം ആഭരണങ്ങൾ സ്വർണമെന്ന വ്യാജേന പണയം വയ്ക്കുന്നത്. കേരളത്തിലാകമാനം സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടന്നു വരുന്നതായും ഇവർ പറയുന്നു. തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിലെ ചിലരുടെ ചിത്രങ്ങൾ CCTV ക്യാമറയിലൂടെ ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. ഷദഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അഭിമന്യുവിന്റെ സ്വപ്ന വീട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് കൈമാറും. അഭിമന്യുവിന്റെ കുടുംബത്തിന് വേണ്ടി CPIM വട്ടവടയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. അഭിമന്യുവിന്റെ നാമത്തിൽ വട്ടവടയിൽ നിർമ്മിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നാളെ നിർവഹിക്കും. അഭിമന്യു ബാക്കിവെച്ച ഒരു സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകുകയാണ്. ഒറ്റമുറി വീട്ടിൽ നിന്ന് അവന്റെ കുടുംബത്തിന് മോചനമാകുന്നു. രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി, സഹോദരങ്ങളായ പരിജിത്ത്, കൗസല്യ എന്നിവർക്കായി വട്ടവട കൊട്ടക്കമ്പൂർ റോഡിൽ CPIM വില കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ് 1256 ചതുരശ്രടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. ജൂലൈ 23-ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് വീടിന് തറക്കല്ലിട്ടത്. മുഖ്യമന്ത്രി നിർവഹിക്കുന്ന വീടിന്റെ താക്കോൽദാനവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടിയാണ് വട്ടവടയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറഞ്ഞു. ആദ്യമായി തന്നെ അവിടെ 10 സെന്റ് സ്ഥലം വാങ്ങിത്തിരുന്നു. അവിടെ വീട് നിർമ്മിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹം അതും അദ്ദേഹം ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ നടന്നു.